ഇപ്പോൾ ഞാൻ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തവരാപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് കാരണം 2 മാസത്തേക്ക് ദറസ് നിർത്തി വീട്ടിലാണ്. ആ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദറസില്ല, തൽക്കാലം ദറസ് നിർത്തിയിരിക്കുകയാണ്. ആ ഒഴിവ് സമയത്താണ് മഹാനവറുകൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ ദറസില്ലേന്ന് ചോദിച്ചു. ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അന്ന് നല്ല സുഖമില്ല, ദറസൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, തൽക്കാലം നിർത്തിയതാണ്, കോവിഡ് കാരണമായിട്ട് നിർത്തിയതാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇനി നമുക്ക് നോമ്പിൻ്റെ ശേഷം ഇവിടെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം പിന്നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ പട്ടിക്കാട് കോളേജിൽ തുടങ്ങിക്കൂടെ എന്ന് പറയുന്നു. അത് ഞാൻ കേൾക്കുന്നുണ്ട്. കോളേജിൽ ദർശനം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കലാ അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പട്ടിക്കാട് കോളേജിൽ ദർശനം തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പിതാവ് തന്നെയാണ് ഹൈദരലി തങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു കുറവുമില്ല. എൻ്റെ പിതാവ് തന്നെയാണ് ഭൗതികമായും പാരത്രികമായും എല്ലാ നിലക്കും എന്നെ പല വിധത്തിലും സഹായിക്കുകയും എനിക്ക് വേണ്ടി പല ഗുണങ്ങളും ചെയ്തു തന്ന ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ. ദറസ് തുടങ്ങി തന്നത് പത്തനാപുരത്ത്, വെസ്റ്റ് പത്തനാപുരമാണെന്ന് ഞാൻ പറഞ്ഞു. ആ പത്തനാപുരത്ത് ദർസ് നടത്തിയപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഖാദിയും മുദരിസും ഒക്കെയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടായി. ആ സമയത്ത് ആദ്യമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണല്ലോ. ഇതിന് മുമ്പ് ഒരു പള്ളിയിൽ നിന്നിട്ടോ ഒരു പരിചയവും ഇല്ല. ഒരു ഖാദിയായി പ്രവർത്തിച്ചിട്ടില്ല, മുദരിസായി പ്രവർത്തിച്ചിട്ടില്ല, ഒന്നുമില്ല. അവിടെ വന്ന് 2-3 മാസമായപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, മകളെ ഒരാൾ വിവാഹം കഴിച്ചു, അവന് ചെലവിനൊന്നും കൊടുക്കണില്ല, ഒരു കുട്ടിയായിട്ടുണ്ട്, അവളെ ഇവിടെ വീട്ടിൽ തന്നെയാണ്, അവളെ ഭർത്താവ് ഇപ്പോൾ വിറവുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഫസ്റ്റ് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഒറ്റയടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഹുക്കുമുകളൊന്നും പഠിച്ചതല്ലാതെ പ്രാവർത്തികമാക്കിയിട്ടുള്ള പരിചയമില്ലല്ലോ. ഞാൻ മറ്റൊരു ദിവസം വരാൻ പറഞ്ഞു, ഒരാഴ്ച വിട്ടിട്ട്. നാട്ടിൽ പോയപ്പോൾ കോട്ടമല ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു കോളേജിൽ. ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഫസ്ഹിയാണെന്ന് പോകണ്ട, അതിൻ്റെ പിന്നിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ ഉമ്മ പറഞ്ഞിരുന്നു, ഒരു എഴുത്തുണ്ടാക്കി തന്നാൽ ബൈത്തല മുസ്ലിയാർ വഴി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് കൊടുത്താൽ മതി. കോട്ടമല ഉസ്താദ് പറഞ്ഞു, ഈ വിവരം പറഞ്ഞപ്പോൾ എഴുത്തുണ്ടാക്കി കൊടുത്താളാ, ബൈത്തല മുസ്ലിയാർ വഴി ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചുരുക്കി പറയാണ്, എഴുത്ത് കൊടുത്തു. ആ എഴുത്ത് കിട്ടിയപ്പോൾ ഈ പുതിയാപ്പള ഈ പറഞ്ഞ അയാൾ വീടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അയാൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കുറിക്കല്യാണം കഴിച്ച് വീടൊക്കെ തട്ടിക്കൂട്ടി ശരിയാക്കി ഇവളെ വന്ന് വിളിച്ചു, ഇനി ഫസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ മസേല പിന്നെ മാറി. വീണ്ടും ഉമ്മ വന്നു, ഇനി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇയാളിൽ നിന്ന് വേറിടണം, ഈ പെണ്ണിന് വേറിടണം. അതിൻ്റെ ഉള്ളിൽ കൂട്ടമൽ ഉസ്താദ് പറഞ്ഞതുപോലെ എന്തോ ഒന്നുണ്ട്, അത് മനസ്സിലാക്കാൻ എനിക്കന്ന് കഴിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത പണി, പാണക്കാട് പൂക്കോയ തങ്ങൾ അടുത്തേക്ക് പറഞ്ഞയച്ചു ഈ ഉമ്മയെ. അവിടെ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് ഒരു എഴുത്ത് തരും, ഒരു കത്ത്. ആ കത്ത് പോസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ പുതിയാപ്പള അന്ന് പാണക്കാട് ചെല്ലണം, നിങ്ങളും പോയാൽ മതി, അവിടുന്ന് വേണ്ട തീരുമാനത്തിൽ എത്തിച്ചു തരും എന്ന് പറഞ്ഞ് എഴുത്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ പറഞ്ഞയച്ചു, എഴുത്ത് കൊടുത്ത് ഉമ്മയെ പറഞ്ഞയച്ചു. ഉമ്മ പാണക്കാട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളാണ് സ്ഥാനത്തുണ്ടായിരുന്നത്. മഹാനവറുകളോട് ഈ ഉമ്മ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം 1-2 നറുക്ക് കൊടുത്തു. ആ നറുക്ക് ഈ മകള് കിടക്കുന്ന സ്ഥലത്ത് അവിടെ മുകളിൽ കെട്ടിത്തൂക്കാനും അവളോട് എന്തൊക്കെ ചെല്ലാനും എഴുതി കൊടുത്തു. അതങ്ങനെ ചെല്ലാൻ പറഞ്ഞു. 21 ദിവസം. ആ വിവരം ഉമ്മ വന്ന് പറഞ്ഞു, ആ ശരി, അത് അങ്ങനെ ശരിയാവും എന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തി വിട്ടു. 18ാമത്തെ ദിവസം ആ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞില്ല, ഇവിടെ അടുത്ത പ്രദേശമായതുകൊണ്ട് കീശ്ശേരിക്കാരനാണ്. ആ പേര് പറഞ്ഞാൽ പിന്നെ ഞാൻ അയാളെ വഷളാകണ്ടെന്ന് കരുതിയിട്ട് ആ ആള് പേരെനിക്ക് ഓർമ്മയുണ്ട്. ആ ആള് വന്ന് സാക്ഷികളെ നിർത്തിക്കോളി, ഇന്ന ദിവസം ഞാൻ വന്ന് തലാഖ് ചൊല്ലി തരാം എന്ന് പറഞ്ഞു. എന്താ ചെയ്തത്? ഒരു നറുക്ക് ആ സ്ത്രീ കിടക്കുന്ന ഭാഗത്ത് കെട്ടിത്തൂക്കി അവളോട് എന്തോ ആയത്ത് ഓതാനും പറഞ്ഞു. ഇതാണ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ കൊടുത്തത്. കുടിക്കാനും അതിനൊന്നും കൊടുത്തിട്ടില്ല. ഇത്
18ാമത്തെ ദിവസം ഇവൻ വന്ന് തലാഖ് ചൊല്ലി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ആ പറഞ്ഞ ദിവസം ആളുകളെ സാക്ഷികളെ നിർത്തി അവൻ വന്ന് തലാഖ് ചൊല്ലി കൊടുത്തു. കുട്ടിയെ അവന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു തലാഖ് തരാമെന്ന്, അതുവരെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. കുട്ടി ഇവരുടെ ഈ സ്ത്രീയുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ഈ ഉമ്മ വന്നിട്ട് പറഞ്ഞു മകൾക്ക് വിവാഹം വേണം. വിവാഹം ആരാണ് പുതിയാപ്പള? അപ്പോഴാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിൻ്റെ ദീർഘദൃഷ്ടി അവിടെയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇത് പസ് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞു. സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ പെണ്ണിൻ്റെ എളാപ്പാൻ്റെ മകൻ അവളെ വിവാഹം ചെയ്തിരുന്നു. അവനൊരു ദേശത്തിന് 3 തലാഖും ചൊല്ലി. അവൻ ഗൾഫിലായിരുന്നു. 3 തലാഖും ചൊല്ലി. അവന് തെറ്റിദ്ധാരണ എന്തോ ഉണ്ടായി. അങ്ങനെ 3 തലാഖും ചൊല്ലി. പിന്നെ വേറൊരാൾ കെട്ടി തീർക്കണം, ചടങ്ങ് നിൽക്കണം. അതിന് ചടങ്ങ് നിർത്തിയതാണ് ആര്? ടീശ്ശേരിക്കാരനെ. ടീശ്ശേരിക്കാരൻ പിന്നെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ കുട്ടിയായി. അവർക്ക് അവിടുന്ന് വേറിരിഞ്ഞ് പോരണം. എന്നിട്ട് പഴയ ഭർത്താവിന് തന്നെ അവൾ വിവാഹിതയാവണം. ഇതാണ് ഉള്ളിലുണ്ടായിരുന്നത്. ആ വിവാഹം ഞാൻ തന്നെയാണ് കഴിച്ചു കൊടുത്തത്. അപ്പോൾ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പറഞ്ഞ അതിൻ്റെ പൊരുളും ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ കൊടുത്ത നറുക്കിൻ്റെ അതിൻ്റെ ഫലവും അതെല്ലാം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എണ്ണിപ്പെരുക്കി പറയാൻ വളരെയധികമുണ്ട്. ഈ സമുദായത്തിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ മരണം വരെ ഈ സമൂഹത്തിന് വേണ്ടി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. ഒരാളോടും ഒരു കറുപ്പ് ഉള്ള വാക്ക് പോലും പറയാതെ 10 ആളുകൾ ഒന്നിച്ച് ചെന്നാലും ഒരു പ്രയാസവും തോന്നാതെ നമ്മുടെ അടുത്തേക്ക് 2 ആൾ ഒന്നിച്ച് വന്നാൽ മതി, ഇത് കഴിയട്ടെ, ഇത് പറയാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെടും. അങ്ങനെ ഒരു സ്വഭാവം മഹാനവറുകളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, അങ്ങനെ കാണുകയുമില്ല. അത് ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ മഹാനവറുകൾ ഇവിടെ ഒരുപാട് സംഘടനകളിലും മറ്റും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം മഹാനവറുകൾ ജനിച്ചത് 1947 ജൂൺ മാസം 15-നാണ്. 2 മാസത്തെ വ്യത്യാസം ഈ ഉള്ളവനും മഹാനവറുകളുമുണ്ട്. ഞാൻ 1947 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് എന്നെ പ്രസവിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ 2 മാസം മുമ്പ് ജൂൺ 15-നാണ് ഹൈദരലി തങ്ങൾ പൂജിതനായത്. 2 മാസം കൂടുതലാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ പ്രായം. അതാണ്. അങ്ങനെ ജനിച്ചു. വഫാത്തായത് നമുക്കെല്ലാവർക്കും അറിയാം. ഷഅബാൻ മാസം 1443 ഷഅബാൻ മാസം 2-ന്, ഈ മാസം തന്നെ ഷഅബാൻ ഈ 2-നാണ് മരിച്ചത്. 2022 മാർച്ച് 6 അതാ അദ്ദേഹം വഫാത്തായ ദിവസം. അതാണ്. ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ മഹാനവറുകൾ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇവിടെ വിദ്യാർത്ഥി സംഘടന, മതവിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന ഉണ്ടാകുന്നത്. അതിനു മുമ്പ് മദ്രസകളിലൊക്കെ ചെറിയ കുട്ടികളുടെ സംഘടന ഉണ്ടാവും. അങ്ങനെ കോളേജുകളിൽ അവിടെ മാത്രം പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാവും. മതഭൗതിക വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഘടന വേണമെന്നുള്ള ആശയം കുറേ കാലങ്ങളായി പട്ടിക്കാട് കോളേജിലേക്ക് കത്തുകൾ വന്നുകൊണ്ടിരുന്നിരുന്നു. ബഹുമാനപ്പെട്ട മർഹൂം ജലീൽ ഫൈസി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കുറേ കത്തുകൾ വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് തള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത്. അവരെ അതിനെ അനുവദിച്ചിരുന്നില്ല. മതഭൗതിക വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന വേണമെന്ന ആശയം പല ഭാഗങ്ങളിൽ നിന്നും, കോളേജാണല്ലോ, പട്ടിക്കാട് ജാമിയ നൂരിയയാണല്ലോ ഏറ്റവും വലിയ സ്ഥാപനം, അതുകൊണ്ട് അങ്ങോട്ട് വരുന്നു. എങ്ങനെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട ജലീൽ ഫൈസിക്ക് ശേഷം മുക്കം ഉമർ ഫൈസിയാണ് പിന്നെ സെക്രട്ടറി ആയത്. അദ്ദേഹത്തിൻ്റെ കാലത്തും അങ്ങനെ കത്തുകൾ വന്നിട്ടുണ്ട്. അതൊന്നും അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എനിക്കറിയില്ല. അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളലാണ്. ചർച്ചക്കിടൽ തന്നെ ഇല്ല. കാരണം അത് നടക്കൂല. ശംസുൽ ഉലമയുടെ അടുത്ത് പോയാൽ അത് തള്ളിക്കളയും എന്നതുകൊണ്ട് അതൊന്നും ചർച്ചയ്ക്ക് തന്നെ വെക്കാറില്ല. ഇതൊന്നും അറിയാത്ത ഞാനും ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുമായ കാലം, പ്രസിഡന്റ് മൂപ്പർ ഞാൻ സെക്രട്ടറി ആയ കാലത്ത് വാണിമേലിൽ നിന്ന് ഒരു കത്ത് വന്നു. ആ കത്തിൽ ഈ SSF എന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കണം. ഞങ്ങളിവിടെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. കോളേജിൽ അതിന് നേതൃത്വം നൽകിയ ഒരു സംഘടന ഉണ്ടാക്കി ഞങ്ങളെ യൂണിറ്റായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്ത്. ഈ കത്ത് ഞങ്ങൾക്കിത് അറിയില്ല. തള്ളിക്കളഞ്ഞതും ചവറ്റുകൊട്ടി കിട്ടുമെന്നും അറിയില്ല. ഞങ്ങൾ പുതുമുഖങ്ങളാണ്. ഞങ്ങൾ ഈ കത്തും കൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്തേക്ക് ഞാനും പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ കൂടിയും പോയി. അവിടെ ചെന്ന് കുറച്ച് വിദ്യാർത്ഥികളുണ്ട് കൂടെ, 100 മാങ്ങങ്ങൾ.
ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞത്, തങ്ങളെ മുന്നിൽ നിർത്തി ഏതായാലും ദേഷ്യപ്പെടൂല, അത് ഉറപ്പാണ്. പ്രിൻസിപ്പാൾ ദേഷ്യപ്പെടൂല, അത് ഉറപ്പാണ്. വലിയ ആദരവോടുകൂടെ തങ്ങളെ സമീപിക്കും. അപ്പോൾ തങ്ങളെ ഞങ്ങളെ കൂടെ ഉണ്ട്, ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പോണത്. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്ത് ഈ എഴുത്ത് കിട്ടിയ വിവരം പറഞ്ഞു. ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി, നിങ്ങൾ എവിടെയാണ് ഉറങ്ങിക്കിടക്കുക? ഇതൊക്കെ എന്ന് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എവിടെയും ഉറങ്ങിക്കിടക്കുകയാണോ? ഇതൊക്കെ എത്രയും നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലേ എന്നാണ് മഹാനവർ. അതിന് യോഗത്തോടനുബന്ധിച്ച് നിങ്ങൾ കൺവെൻഷൻ വിളിച്ചോളി, അതിന് എല്ലാവർക്കും വിവരം കൊടുത്തളി, എന്നിട്ട് രൂപീകരിച്ചളി എന്ന് പറഞ്ഞ് അങ്ങനെ കൺവെൻഷൻ വിളിച്ച് ആ കൺവെൻഷനിൽ വെച്ചിട്ടാണ് SSF രൂപീകരിക്കുന്നത്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. പിന്നീട് കുറേ കാലം പ്രവർത്തിച്ചു. അന്ന് അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളാണ്. പിന്നീട് കുറേ കാലം പ്രവർത്തിച്ചു, വഴിമാറിപ്പോയി, ആ സംഘടന തന്നെ വഴിമാറിപ്പോയി. അതിനുശേഷം മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, SKSSF എന്ന സംഘടന. അപ്പോൾ ആദ്യമായി ഈ വിദ്യാർത്ഥികൾക്ക്, സുന്നി വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. SSF പ്രസിഡന്റ് 1973 അല്ല, സാദിഖ് അലി തങ്ങളല്ല, ഹൈദർ അലി തങ്ങളാണ്. അത് 1973 അന്ന് മഹാനവറുകൾ 26ാമത്തെ വയസ്സാണ് പ്രായം. ആ കാലത്ത് ഈ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റായിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു. പിന്നീട് വിദ്യാഭ്യാസ ബോർഡിൽ അദ്ദേഹം അംഗമാകുന്നു. അത് 1981 വിദ്യാഭ്യാസ ബോർഡ് അംഗമായി. പിന്നീട് SMF സെക്രട്ടറി ആകുന്നു. സുന്നി മഹല്ല് ഫെഡറേഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് അത് 2016 മുതൽക്ക് 1987 മുതൽ 2016 വരെ. 2016 പ്രസിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. അതേ SMFന്റെ പ്രസിഡന്റ് ആകുകയാണ് ചെയ്യുന്നത്. പിന്നീട് വിദ്യാഭ്യാസ ബോർഡ് ട്രഷററായി തെരഞ്ഞെടുക്കപ്പെടുന്നു 1989. സമസ്ത മുഷാവറ അംഗമായി വരുന്നു 2008 മുഷാവറ അംഗമായി. പിന്നീട് മുസ്ലിം ലീഗ് പ്രസിഡന്റായി വരുന്നത് അത് 2009. ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാനുണ്ട്. ഇനി അത് വായിച്ച് തീരട്ടെ. സമസ്ത വൈസ് പ്രസിഡന്റ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റായി വരുന്നു, അത് 2010. പിന്നെ SYS സംസ്ഥാന പ്രസിഡന്റായി 2008 വരെ അങ്ങനെ തന്നെയാണ്. പ്രസിഡന്റ് SMFന്റെ പ്രസിഡന്റായി വന്നതും മരണം വരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ വഹിച്ച സ്ഥാനങ്ങളാണ്. അതുപോലെ ഇനി 2002 കോഴിക്കോട് നടന്ന സമസ്തയുടെ വലിയ സമ്മേളനം, 2012 ഊരിയാടി വെച്ച് നടന്ന വലിയ സമ്മേളനം, 2016 ആലപ്പുഴയിൽ വെച്ച് നടന്ന വലിയ മഹാസമ്മേളനം. ഈ സമ്മേളനത്തിന്റെ എല്ലാം സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരി മഹാനവറുകളായിരുന്നു. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. പിന്നെ 2014 SYS കാസർഗോഡ് വെച്ച് നടത്തിയിരുന്ന ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായിരുന്നു മഹാനവറുകൾ. പിന്നീട് സമസ്ത 100ാം വാർഷികം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞു. മഹാനവറുകൾ ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ് 100ാം വാർഷികം 2026 ഫെബ്രുവരിയിൽ നടത്തപ്പെടുമെന്ന്. ബഹുമാനപ്പെട്ട സാദിഖ് അലി, അല്ല ഇത് തന്നെ ജീവിച്ചിരിക്കുന്ന ആളായതുകൊണ്ടാണ് സാദിഖ് അലി എന്ന് വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആലപ്പുഴയിൽ വെച്ച് പ്രഖ്യാപിച്ചു. അത് സമസ്തയുടെ 90ാം വാർഷികത്തിൽ ആലപ്പുഴ വെച്ചിട്ടാണ് സംഭവിച്ചത്. അതും ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആണ് പ്രഖ്യാപിച്ചത്. പിന്നീട് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം, ചുരുക്കത്തിൽ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമായ അന്നത്തെ SSF, ആ പ്രസ്ഥാനം മുതൽക്ക് തുടങ്ങി സമസ്തയുടെ ഏറ്റവും ഉയർന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ ഉയരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് സാധിച്ചു എന്ന് നാം മനസ്സിലാക്കാം. പിന്നീട് 1989 ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു വിഭാഗം ആളുകൾ തെറ്റിപ്പോയി. അങ്ങനെ കുറെ പ്രതിസന്ധികൾ സമസ്തക്ക് നേരിടേണ്ടി വന്നു. ആ സമയത്തും അതുപോലെ ഒരു വ്യാജമുടി പ്രശ്നം നമ്മുടെ നാട്ടിൽ ആകെ പരന്നു, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ആ സമയത്തും മാസപ്പിറവിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈ സമയങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നു. ഞാനിപ്പോ ഇവിടെ വായിച്ച അതിന്റെയും പുറമെ ഇനിയും കുറെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇപ്പൊ ഇന്ന് നമ്മളിവിടെ ഇന്ന് ഇവിടെ
തുടങ്ങുമ്പോൾ ചൊല്ലിയ അസ്മാ ഉൽ ബദരിയത്തുൽ മങ്കൂസിയത്ത് എന്ന് പറയുന്ന ബെയ്ത്ത്, അത് പുതിയ ഒരു പേര് കൊടുത്ത് അതിന് മജ്ലിസുന്നൂർ എന്ന പേരൊക്കെ കൊടുത്തിട്ട് വലിയ സദസ്സുകൾ സംഘടിപ്പിച്ച് അത് 60 ഈരടികൾ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ഇജാസത്തനുസരിച്ച് 5000-ൽ പരം സദസ്സുകൾ ഇന്ത്യക്കകത്തും പുറത്തുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 5000-ലധികം മജ്ലിസുന്നൂറിന്റെ സദസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മഹാനവറുകളുടെ ഇജാസത്ത് പ്രകാരമാണ് നടത്തപ്പെടുന്നത്. ചെറിയ കാര്യമല്ല. അതുവഴി ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് നേർച്ചയാക്കിയിട്ടും മറ്റും അവിടെ വെച്ച് പ്രാർത്ഥന നടത്തിയിട്ടും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ മുസ്ലിം സമുദായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ചുരുക്കി വായിക്കാം. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി യുവജന സംഘം, സുന്നി മഹല്ല് ഫെഡറേഷൻ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി ബാലവേദി, സമസ്ത കേരള ജമിയത്തുൽ മുഫത്തിശീൻ, സമസ്ത ലീഗൽ സെല്ല്, സമസ്ത കേരള ജമിയത്തുൽ ഖുതബാ, സമസ്ത കേരള ജമിയത്തുൽ മുദർരിസീൻ, സമസ്ത പ്രവാസി സെല്ല്, സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ, ഈ തുടങ്ങിയ സംഘടനകളിലെല്ലാം മഹാനവറുകളുടെ സാന്നിധ്യമുണ്ട്. ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യത്തോടു കൂടെയാണ്, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു പോന്നിരുന്നത്. പിന്നെ വിവിധ കരിക്കുലങ്ങളിൽ നടന്നു വരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ആ സ്ഥാപനങ്ങളിലെല്ലാം മഹാനവറുകളുടെ കാർമ്മികത്വം ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും മഹാനവറുകളെ മറക്കാൻ കഴിയാത്ത, മരണം വരെ മറക്കാൻ കഴിയാത്ത ഒരു ബന്ധം കേരള ജനതയ്ക്ക് മഹാനവറുകളുമായി ഉണ്ടായിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. വളരെ സ്പഷ്ടമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചെറിയവരോടും വലിയവരോടും യുവാക്കളോടും എല്ലാവരോടും ഒരേ രൂപത്തിൽ അഭിമുഖം നടത്തി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സ്വഭാവം, അത് ഏത് ദേഷ്യം പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാലും അവരെല്ലാവരും വളരെ ശാന്തരും വളരെ സൗഹാർദ്ദത്തിൽ പിരിഞ്ഞു പോകുന്ന ഒരു ചുറ്റുപാടാണ് അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പല സന്ദർഭങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ 5ഉം 1ഉം 6 പേര്, ഈ 6 പേരെയും ഞാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ആവശ്യത്തിന് മാത്രമേ അവരെ സമീപിക്കുകയുള്ളൂ. അവരെ പോയി ബുദ്ധിമുട്ടാക്കുന്ന സ്വഭാവമില്ല. അതേ സമയത്ത് ആ വഴിക്ക് ഞാൻ പോയി അവിടെ സിയാറത്തിനോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ ഹൈദർ അലി തങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറി ഇറങ്ങും, ആവശ്യമില്ലെങ്കിലും കയറും. അത് ആ സുഹൃബന്ധത്തിന്റെ ആ അടുപ്പമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വളരെ അടുത്ത് ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടാക്കി തന്ന, പാരത്രിക നേട്ടങ്ങളും ഭൗതിക നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ ഇവിടെയുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും കക്ഷി രാഷ്ട്രീയമന്യേ ഭേദമന്യേ എല്ലാ വിഭാഗത്തിനും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാ വിഭാഗത്തിനും അദ്ദേഹത്തിനെ കൊണ്ടിട്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാണക്കാട് കുടുംബങ്ങളിൽ. അന്ന് മാത്രമല്ല, ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളുടെ പരലോക ദറജ ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയ തങ്ങൾ തുടങ്ങിയുള്ള അവരുടെ എല്ലാം പരലോക ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ആ കുടുംബത്തെ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ ആ കുടുംബത്തിന് കഴിവും പ്രതാപവും നൽകട്ടെ.